വയനാട് യൂത്ത് കോൺഗ്രസ് ജില്ലാ ക്യാമ്പിലെ തർക്കത്തിൽ കൂട്ട നടപടി. 2 മണ്ഡലം പ്രസിഡന്റുമാരെയും 14 നിയോജക മണ്ഡലം ഭാരവാഹികളെയും സസ്പെൻഡ് ചെയ്തു. നേതൃസംഗമത്തിലെ വാക്പോരിലാണ് നടപടി. വിവരങ്ങളുമായി ലിനറ്റ് വർഗീസാണ് ചേരുന്നത്. ലിനറ്റ്, ഇപ്പോൾ എന്താണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്? സ്വാതി, കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസിലെ തർക്കം പുറത്തു വരുന്നത്. അതിനെ ചൊല്ലി വയനാട് യൂത്ത് കോൺഗ്രസിലെ നിയോജക മണ്ഡല നേതാക്കളുടെ ഒക്കെ തന്നെ ശബ്ദരേഖയും സ്ക്രീൻഷോട്ടുകളും ഒക്കെ തന്നെ പുറത്തു വന്നിരുന്നു. അതോടൊപ്പം തന്നെയാണ് ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയിൽ വയനാട്ടിൽ വെച്ചുണ്ടായ ക്യാമ്പിൽ വലിയ രീതിയിലുള്ള തർക്കമുണ്ടായതെന്നൊക്കെ ചൊല്ലിയുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നത്. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നടപടിക്ക് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം നടപടി എടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയായിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പിലെ വിമർശനങ്ങൾ അടക്കം പുറത്തു വന്നിരുന്നു. ഇതേ തുടർന്നാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു നടപടി വന്നിരിക്കുന്നത്. അതായത് 16 പേർക്കാണ് ഇത്തരത്തിൽ സസ്പെൻഷൻ വന്നിരിക്കുന്നത്. 14 നിയോജക മണ്ഡലം നേതാക്കൾക്കും അതോടൊപ്പം തന്നെ 2 മണ്ഡലം പ്രസിഡന്റുമാർക്കുമാണ് സസ്പെൻഷൻ വന്നിരിക്കുന്നത്. സംഘടനാ രംഗത്ത് നിർജീവമെന്ന് ആരോപിച്ചിട്ടാണ് ഇത്തരത്തിൽ സംസ്ഥാന നേതൃത്വം ഇവരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. 2 മണ്ഡലം പ്രസിഡന്റുമാരും 14 നിയോജക മണ്ഡലം ഭാരവാഹികളുമാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ജില്ലാ നേതൃത്വത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഉണ്ടായ തർക്കത്തെ തുടർന്നാണ് നടപടി എന്നാണ് സൂചനകൾ വരുന്നത്. അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംസാരിക്കുന്ന ശബ്ദ സന്ദേശം പുറത്തു വന്ന ഭാരവാഹിയെയും പുറത്താക്കിയതായിട്ടാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. മുഴുവനായി പറയുകയാണെങ്കിൽ യൂത്ത് കോൺഗ്രസിലെ തർക്കങ്ങളുടെ തൊട്ടു പിറകെയാണ് ഇത്തരത്തിലുള്ള സംസ്ഥാന നേതൃത്വത്തിന്റെ നടപടി വന്നിരിക്കുന്നത്. സ്വാതി.